വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് യാതൊരുവിധ അളവുകളും ഇല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ ബോ, അതായത് നമ്മളിപ്പോൾ നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ട് കുട്ടികൾക്ക് ഹെയറിലായിരുന്നാലും വലിയവർക്ക് ഹെയറിലായിരുന്നാലും വെക്കാനും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ വെക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു ഹെയർ ബോ വെറും 5 മിനിറ്റിൽ ഒരു അളവും ഇല്ലാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാലോ? വീഡിയോയിലോട്ട് കിടക്കുന്നുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനിത് എൻ്റെ ഒരു കുർത്തി തയ്ച്ചതിൻ്റെ ബാക്കി പീസിൽ ഈ ഒരു കട്ട് പീസിൽ നമുക്ക് 4 സൈഡ് നമ്മളുടെ ഒരു ഊഹം വെച്ച് വേണം വെട്ടിയെടുക്കാൻ. നമ്മളുടെ ബോയ്ക്ക് ഇത്ര അളവ് ഇത്ര വലിപ്പം വേണം എന്നൊരു ഊഹത്തിൽ നമുക്ക് ഈ കട്ട് ചെയ്യുന്നത് ചെറുതാക്കിയും വലുതാക്കിയും ചെയ്യാൻ കേട്ടോ. ഒരു സൈഡ് നീളം കൂട്ടി ഒരു സൈഡ് നീളം വീതി കുറച്ചും എന്ന രീതിയിൽ നമുക്ക് പീസ് ഇതേപോലെ വെട്ടിയെടുക്കാം. 4 സൈഡ് ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വാല് പോലത്തെ സാധനമില്ലേ അത് വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പീസ് എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഷേപ്പ്, അതായത് നമുക്ക് ഒരു സൈഡ് കൂർത്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ചെറിയ വീതിയിൽ ഏകദേശം ഒരു 2-2.5-3 ഇഞ്ച് വീതിയുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ 2 പീസ് ഒരേ അളവിന് വെട്ടിയെടുക്കണം. ഇതോടെ നമ്മുടെ കട്ടിങ് പരിപാടി തീർന്നു. ഞാൻ ഇതിൽ ഒരളവും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കൂർത്ത ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീതി കുറഞ്ഞ സൈഡ് വിട്ടതിന് ശേഷം ബാക്കി 3 സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ 3 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി 2 തയ്യൽ കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തയ്യൽ തുപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം അതൊന്ന് വൃത്തികേടായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു ഈർക്കിലോ എന്തെങ്കിലും കൂർത്ത ഒരു സാധനം വെച്ച് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് പുറത്തോട്ട് തള്ളി വെച്ചതിന് ശേഷം നമുക്ക് പതിച്ചൊന്ന് അടിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇങ്ങനെ തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. പതിച്ചടിച്ചില്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗി വരാത്ത ഒരവസ്ഥയിലിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പതിച്ചടിച്ചതിന് ശേഷം സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്നെ അനുകരിക്കുന്നതാണോ എന്നെ കളിയാക്കുന്നതാണോ എന്നറിയത്തില്ല. ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു പണിയും കൂടെ അവിടെ നടക്കുന്നുണ്ട്. മഴ നമ്മൾ വെട്ടാൻ പോകുകയാ. എന്തായാലും അവൾ കളിയാക്കലൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ആ എൻഡ് ഭാഗമില്ലേ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ആ തുമ്പ് മാത്രം ഒന്ന് അകത്തോട്ട് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ആ സൈഡും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 സൈഡും ഓക്കെ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒരു അല്പം ആ തയ്യൽ തുമ്പ് മാത്രം അകത്തോട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് നമുക്ക് ഈ ഒരു സ്ക്വയർ പീസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സാധനം കൂടെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് അതിൻ്റെ അതേ ഷേപ്പോടെ ആ തുമ്പ് കൂർത്ത് അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തയ്യൽ തുപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചടിച്ചെടുക്കണം. ഇതേ സെയിമായിട്ട് തന്നെ സെക്കൻഡ് പീസും ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും കൂർത്ത തുമ്പൊക്കെ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ച് കറക്റ്റായിട്ടൊന്ന് തള്ളിക്കൊടുക്കുക. നമ്മൾ മറന്നു പോകണ്ട. അതും കൂടെ സ്റ്റിച്ച് ചെയ്തൊന്ന് പതിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബോയിൻ്റെ താഴെയുള്ള വള്ളിയും കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ബാക്കിയായിട്ടുള്ളത്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ചെറിയൊരു കഷ്ണം, ഞാനൊരു ചെറിയൊരു അളവ് മതി, ഇത്ര നീളം വേണമെന്നൊന്നുമില്ല, ഇത്രയും ചെറിയൊരു കഷ്ണം എടുത്ത് 2ആയിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം. ഈ മടക്കുന്ന ഈ പ്ലേറ്റ് ഇട്ട് മടക്കുന്നതിൻ്റെ 2 എൻഡും പുറത്തോട്ട് നിൽക്കാവോ. അത് അകത്തോട്ട് ചുരുണ്ട് പോകുന്ന രീതിയിലാക്കരുത്. പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേറ്റ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സാധനം നമ്മൾ തയ്ച്ചതിനെ തിരിച്ചൊന്നും എടുക്കുന്നില്ല. ആ തയ്യൽ അകത്തോട്ട് പോകുന്ന രീതിയിൽ അടിവശത്താവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചപ്പിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു സൂചി നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തയ്യൽ തുമ്പിനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലത് എല്ലാം അകത്തുള്ള പ്ലീറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത് അഴിഞ്ഞു പോവാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പീസിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കി വള്ളി പോലത്തുള്ള ബോയിൻ്റെ ബാക്കി വള്ളിയില്ലേ അതും നമുക്ക് ജസ്റ്റ് ഒരു മടക്ക് കൊടുക്കണം. അതിൻ്റെ എൻഡുകളുണ്ടല്ലോ 2 അറ്റവും പുറത്തോട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് വരാം. എങ്കിലേ നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. ഉള്ളിലോട്ട് മടങ്ങിപ്പോയാൽ എൻഡൊക്കെ ചുരുണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചതുപോലെ ഒന്ന് മടക്കി 2 വള്ളിയും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇപ്പുറത്തും അപ്പുറത്തും എന്ന രീതിയിൽ കൂർത്ത ഭാഗം അപ്പുറത്തും ഇപ്പുറത്തും എന്ന രീതിയിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബോയ് ഇവിടെ റെഡിയായി ഗൈസ്. ഇത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഒരുപാട് നീണ്ടു
പോകുന്നെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മതി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഡ്രസ്സിൽ വെച്ച് തച്ച് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ആക്സസറി ആയിട്ട് വെക്കാനും പറ്റും. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ മുന്നേ ഒരു ഡ്രസ്സ് തയ്ച്ചപ്പോൾ അതിന് ഞാൻ ഹെയർ ബോയും എൻ്റെ മോളുടെ ഡ്രസ്സിനകത്ത് ഡ്രസ്സിലും ഞാൻ ഇതേ സെയിം ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.